പരിശുദ്ധ മാതാവിന്റെ ജന്മത്തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അമ്മയുടെ ജന്മത്തിരുനാളിന്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും സ്നേഹത്തോടെ നേരുന്നു. പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുനാൾ നാം ആചരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും നൊയമ്പെടുത്ത് ഒരുങ്ങിയാണല്ലോ ഈ ജന്മത്തിരുനാൾ തിരുസഭയിൽ ആഘോഷിക്കുന്നത്. പരിശുദ്ധ മാതാവിന്റെ ജന്മത്തിരുനാളിലൂടെ ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന ഒരു നിമിഷം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഒരു മഹത്തായ ഭാഗ്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതിപ്രകാരമാണ്: ഒരിക്കൽ ഈശോ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്നും ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന്. എന്നാൽ ഈശോ ഇപ്രകാരമാണ് അതിന് മറുപടി പറഞ്ഞത്: ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ എന്ന്. ഈശോ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും മഹത്തായ ഭാഗ്യത്തെക്കുറിച്ചാണ് ഇവിടെ വെളിപ്പെടുത്തി തരുന്നത്. ആരെ നമ്മൾ ഉദരത്തിൽ വഹിച്ചു എന്നതിലല്ല, മറിച്ച് ദൈവവചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നതിലാണ് ഏറ്റവും വലിയ ഭാഗ്യം നിക്ഷിപ്തമായിരിക്കുന്നത്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തെ സ്വീകരിച്ച് വചനത്തെ ഗർഭം ധരിച്ചവളാണ് പരിശുദ്ധ അമ്മ. അതിനാൽ മാതാവിന്റെ ജന്മത്തിരുന്നാൾ നമ്മൾ 8 നോയമ്പെടുത്തും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തും ജപമാല ചൊല്ലിയും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും അധികമായി ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവിടുത്തെ വചനം അനുസരിച്ച് ജീവിക്കുക എന്നതാണ്. അതിനാൽ പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ ദൈവവചനം ഹൃദയത്തിൽ സംഹരിച്ച് അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ മാതാവിന്റെ ജന്മത്തിരുന്നാൾ സമുചിതമായി ആഘോഷിക്കാം. എല്ലാവർക്കും പരിശുദ്ധ മാതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.